അങ്ങനെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ 14,40,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ജാസ്മിന് നേടാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് ഇട്ട ഒരു ഷോർട്ട് വീഡിയോക്ക് 6,60,000-ലധികം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോക്ക് താഴെയായി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. എല്ലാം ജാസ്മിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. ബിഗ് ബോസിന് അകത്തായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ. ഏറ്റവും കൂടുതൽ ആളുകളുടെ വെറുപ്പും സമ്പാദിച്ചത് ജാസ്മിൻ ആയിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും ജാസ്മിൻ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 15-ന് കൊല്ലത്ത് വെച്ചുള്ള ഇനോഗ്രേഷന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ജാസ്മിന്റെ കൂടെ ഇനോഗ്രേഷന് വേണ്ടി ഗബ്രിയും എത്തുന്നുണ്ട്. കൊല്ലത്ത് വെച്ച് നാളെ രാവിലെ 10:30-ന് ജാസ്മിൻ എത്തുമെന്ന് അവരുടെ ലൈവിൽ പറഞ്ഞിരുന്നു. ഇന്ന് ഈവനിങ്ങിൽ ജാസ്മിന്റെ ഒരു ഫാൻസ് മീറ്റപ്പ് നടന്നിരുന്നു. എന്തായാലും ജാസ്മിൻ ഇപ്പോൾ ഉയരങ്ങളിലേക്ക് തന്നെയാണ്. ഒരുപാട് ആരാധകരാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എത്തുന്നത്.